ബാറുകളുടെ പ്രവൃത്തി സമയം കൂട്ടാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ക്രൈസ്തവ സഭകൾ പ്രതിഷേധം ആസൂത്രണം ചെയ്യാൻ KCBC മദ്യവിരുദ്ധ സമിതി ഓർത്തഡോക്സ് സഭാധ്യക്ഷുമായി കൂടിക്കാഴ്ച നടത്തി. മറ്റ് മതങ്ങളെയും പ്രതിഷേധത്തിന്റെ ഭാഗമാക്കുമെന്ന് ഓർത്തഡോക്സ് സഭ പറഞ്ഞു. അതിനിടെ സർക്കാർ മദ്യമായ മിന്നൽ മാജിക്കിന്റെ ഉൽപ്പാദനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചത് സഭകളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കടുത്ത പ്രക്ഷോഭങ്ങളിലേക്ക് തൽക്കാലം സഭകൾ കടക്കില്ല. KCBC മദ്യവിരുദ്ധ സമിതി കത്തോലിക്ക ബാവയുമായി നടത്തിയ ചർച്ചയിൽ ചില പ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടു. മദ്യത്തിൽ നിന്നുള്ള വരുമാനം കുറയ്ക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാനാണ് തീരുമാനം. കൂടാതെ സർക്കാരിനും രാഷ്ട്രീയ പാർട്ടികൾക്കും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിവേദനം നൽകാനും തീരുമാനിച്ചു. മദ്യപിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ള അതിനു വേണ്ടുന്ന രീതിയിൽ കേരള സംസ്ഥാനത്തുടനീളം എല്ലാ സഭകളും എല്ലാ സമുദായങ്ങളും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ശക്തമായ സംവിധാനങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം ഇന്നുണ്ടായിട്ടുണ്ട്. മറ്റു മതത്തിലുള്ളവരെയും ഉൾപ്പെടുത്തി പ്രതിഷേധം ശക്തമാക്കണമെന്ന് കത്തോലിക്ക ബാവയും വ്യക്തമാക്കി. കോട്ടയത്തെ ഓർത്തഡോക്സ് സഭാ ആസ്ഥാനത്തായിരുന്നു ആദ്യ കൂടിക്കാഴ്ച. മാത്രമല്ല എല്ലാ മതങ്ങളും ഇതിനെ ഒരുമിച്ച് ഈ നയത്തിനെതിരായി ശബ്ദമുയർത്തേണ്ടത് ആവശ്യമാണ്. ഇതിനിടെ സർക്കാരിന്റെ പുതിയ മദ്യമായ മിന്നൽ മാജിക്കിന്റെ ഉത്പാദനം ആരംഭിച്ചു. പാലക്കാട് മേനോൻപാറയിലുള്ള ഡിസ്റ്റിലറിയിലാണ് ഉൽപാദനം തുടങ്ങിയത്. മന്ത്രി MP രാജേഷ് ഉൽപാദനം ഉദ്ഘാടനം ചെയ്തു. വിഷയത്തിൽ സഭാ നേതൃത്വം ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ പ്രതിപക്ഷ പാർട്ടികളും ഇത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.